അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സിഹ്ർ അഥവാ മാരണം എന്നത് രണ്ട് ഭാഗം നിങ്ങൾ കണ്ടും കേട്ടിട്ടുമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മൂന്നാം ഭാഗമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്നതൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാണ് കേട്ടോ. മറ്റുള്ള ഒരു മതക്കാർക്കും വേണ്ടിയല്ല, മുസ്ലിങ്ങളോട് മാത്രമാണ് ഞാനിതെല്ലാം പറയുന്നത്. സിഹ്ർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് സത്യം തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു 6 മാസം ഈ സിഹ്ർ എങ്ങനെ ഉണ്ടാകും, അതുകൊണ്ട് ഈ ദുനിയാവിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചികിത്സ നേടണം എന്നൊക്കെ റസൂലുള്ളാഹിക്ക് അള്ളാഹു 6 മാസത്തോളം പരീക്ഷണം നൽകി. നബിക്ക് മാനസികമായ വിഷമങ്ങളൊന്നും ഇല്ലെങ്കിലും ശാരീരികമായി ഒരുപാട് വിഷമങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. ആ സമയത്താണ് സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും ഇറങ്ങിയത്. ഈ സൂറത്തുകൾ ഓതി നമ്മുടെ ശരീരത്തിൽ ഊതുകയോ വെള്ളത്തിൽ ഊതി കുടിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്കിതിൽ നിന്നൊക്കെ ശിഫയാകും. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ, അതുപോലെ ആയത്തുൽ കുർസി അതിൽ പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം നമുക്ക് ഓതി വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇതിൽ നിന്നൊക്കെ നമുക്ക് ശിഫ നൽകും. ഇതിനു വേണ്ടി മാത്രം തയ്യാറായി നടക്കുന്ന ചിലരുണ്ട്. അവരുടെ നേട്ടങ്ങൾക്ക്, സാമ്പത്തികമായ നേട്ടങ്ങൾ, മക്കളെ കെട്ടിക്കാനായി, അതുപോലെ തന്നെ മറ്റുള്ളവർ നശിച്ചു പോകാനായൊക്കെ ഒരുപാട് ഇതിനു വേണ്ടി നടക്കുന്നവരുണ്ട്. അത് വേഷം കെട്ടിയ ഉസ്താദുമാരുടെ അടുത്തായാലും അസ്മായിൻ്റെ ആളുകളുടെ അടുത്തായാലും അമ്പലത്തിൽ പോയി ആണെങ്കിലും ഒക്കെ ഹറാമ് തന്നെയാണ്. ഇതെല്ലാം പച്ച മാരണം തന്നെയാണ്. പേരുകളിൽ മാത്രം അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പുറത്ത് മാപ്പ് ചോദിച്ച് വീണ്ടും നല്ല നിലയിൽ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരാപത്ത് ഇതുണ്ടോ എന്ന് പരീക്ഷിക്കാനായി അള്ളാഹു ഭൂമിയിലേക്ക് 2 മലക്കുകളെ ഇറക്കി. ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 പേരെയാണ് അള്ളാഹു ഇന്നത്തെ ഇറാഖിലെ ബാബിലോണിലേക്ക് അയച്ചത്. ഈ സിഹ്ർ എന്ന് പറയുന്നത് വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മുൻകൈയെടുത്ത് നടക്കുന്നവർ തീർച്ചയായും ഇതിൽ അടിമപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ഇതിൽ നിന്ന് അകന്നു നിൽക്കുക. നമുക്കങ്ങനെ വയ്യാതെ തോന്നുകയാണെങ്കിൽ നമ്മൾ നല്ല തഖ്വയുള്ള ആലിമീങ്ങളെ കാണുക, ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ തിരിച്ചടിക്കാനോ മറ്റോ നമ്മൾ ഒരിക്കലും ഇതിനു വേണ്ടി ശ്രമിക്കരുത്. സമ്പത്ത്, മക്കൾ, വീട്, ഇതൊക്കെയായിരിക്കും ഈ ചെയ്യാൻ പോകുന്ന ആളുകളുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നതും. പൊന്നു സഹോദരങ്ങളെ, ഇങ്ങനെ നടക്കുന്നവർക്ക് മരിക്കണ്ടേ? അവർക്ക് ഖബറിൽ കിടക്കണ്ടേ? അള്ളാഹു ഇതെല്ലാം കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ ഹജ്ജ് ചെയ്തിട്ടും ഉംറ ചെയ്തിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അവർ മാത്രമല്ല, മരണത്തിനു മുമ്പ് തന്നെ അള്ളാഹു ഇതൊക്കെ ദുനിയാവിൽ നിന്ന് പഠിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ മാഗസിനിൽ പോലും നക്ഷത്രഫലങ്ങൾ കണ്ട് അത് വിശ്വസിക്കുകയാണെങ്കിൽ പോലും നമ്മളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. മാത്രമല്ല, നമുക്ക് വിശ്വാസമില്ല എങ്കിൽ പോലും നമ്മളത് നോക്കിയാൽ, നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും ശരി, നമ്മുടെ 40 ദിവസത്തെ ഇബാദത്ത് അള്ളാഹു ഒളിച്ചു കളയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാലങ്ങളൊക്കെ കഴിഞ്ഞു, പരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിക്കാറായി. ഖിയാമത്ത് നാൾ എന്നൊരു ദിവസം അടുത്തടുത്ത് വരികയാണ്. പ്രിയ സഹോദരങ്ങളെ, ഒന്നേ പറയാനുള്ളൂ. നമുക്ക് സമ്പത്തില്ലെങ്കിലും നമുക്ക് ജീവിച്ചു പോകാം. നമുക്ക് വായ തന്നവൻ തന്നെ നമുക്ക് അന്നം തരും. അതിനു വേണ്ടി നമ്മൾ തെണ്ടി നടക്കുകയോ അതുപോലെ തന്നെ സിഹ്ർ മാരണം ചെയ്ത് നമ്മൾ പണമുണ്ടാക്കാനോ പോകേണ്ട. നമ്മുടെ കാലം അടുത്തു തുടങ്ങി. നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളെ അള്ളാഹു തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. 3 കഷ്ണം തുണി മാത്രം. ആ തുണി പോലും ചില സമയങ്ങളിൽ ഉണ്ടെന്ന് വരില്ല. കത്തിക്കരിയുകയോ ആക്സിഡൻറ്റിൽപ്പെട്ട് അങ്ങനെ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ കൊണ്ടുപോകാനായി കഴിയുകയില്ല.
അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര വലിയ സമ്പത്തിനാണെങ്കിലും നമ്മൾ അതൊക്കെ വെടിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ നന്നാക്കി അള്ളാഹുവിനോട് അസ്താഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പൊറുക്കലിനെ തേടിക്കൊണ്ട് നമ്മൾ നല്ല നിലയിലേക്ക് ജീവിക്കുക. എത്ര പാപിയാണെങ്കിലും അള്ളാഹു അതൊക്കെ പുറത്ത് മാപ്പ് തരുന്നതാണ്. ഒരുപാട് നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് തേടുക. അപ്പോൾ അള്ളാഹു അതെല്ലാം പുറത്ത് മാപ്പാക്കും. നമ്മൾക്ക് ഇതുവരെ ചെയ്തിട്ട് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടോ? മറ്റുള്ളവർ നശിച്ചു പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായോ? ഇല്ല. തൊട്ടടുത്ത അയൽവാസിയോ കുടുംബാദികളോ അങ്ങനെ നശിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടേണ്ട സമയത്ത് പോലും അവരിൽ നിന്ന് തരാനുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നന്നാവുന്നതിൽ കണ്ണുകടി കേൾക്കാതെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സമാധാനത്തോടെ ജീവിക്കുക. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് പോലെ നമ്മൾ എല്ലാ തിന്മയും വെടിഞ്ഞ് നമ്മുടെ ഹൃദയം നന്മയോടുകൂടി പൊതിഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. എവിടെ ചെന്നാലും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയെങ്കിലും ആ പ്രവർത്തികളെല്ലാം വിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് തഖ്വയിൽ മുഴുകി അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മൾ മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ഇനിയുള്ള ജീവിതം ഈമാനോടുകൂടി ജീവിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബറുകളെ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്നും നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ വീണ്ടും നല്ലതിലേക്ക് മാത്രം പ്രവർത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.